എല്ലാവർക്കും നമസ്കാരം. പി ജയരാജൻ്റെ ആത്മകഥ എഴുതിയത് ആര് എന്നുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല തമാശ. ഒരു ആത്മകഥ എന്ന് പറയുമ്പോൾ അത് ഒരാൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് സ്വയം എഴുതുന്നതാണ്. അല്ലാതെ മറ്റൊരാളാണ് അത് എഴുതുന്നതെങ്കിൽ അതിനെ നമ്മൾ ജീവചരിത്രം എന്നാണ് വിളിക്കുക. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരിലാണ് പി ജയരാജൻ്റെ ആത്മകഥ പ്രസിദ്ധീകൃതമാകാൻ പോകുന്നത് എന്ന് നമ്മളോട് പറഞ്ഞത് പ്രസാധകരായിട്ടുള്ള DC ബുക്സ് ആണ്. പുസ്തകത്തിൻ്റെ ടൈറ്റിലിനെക്കുറിച്ച് അതിൻ്റെ കവറിനെക്കുറിച്ച് ഒക്കെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും DC തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ വലിയ വിവാദമാകുമ്പോൾ DCക്ക് കാര്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മളോട് സത്യത്തിൽ പറയേണ്ടത് DC ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമതായി ശ്രീ പി ജയരാജനെ പരിഹസിക്കുന്നതിന് വേണ്ടി പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന് പറയുന്നത്. അപ്പോൾ താൻ നേരിട്ടിട്ടുള്ള പരിഹാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പദപ്രയോഗം ഒരാൾ ആത്മകഥ എഴുതുന്ന സമയത്ത് അതിൻ്റെ ടൈറ്റിലായി സ്വീകരിക്കുമോ എന്നുള്ള ഒരു വലിയ പ്രശ്നം ഇവിടെയുണ്ട്. എന്തായാലും കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരിലാണ് പി ജയരാജൻ്റെ ആത്മകഥ എന്ന് പറഞ്ഞിരിക്കുന്നത് DC ആണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വിശദമാക്കേണ്ടത് DCയുടെ ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്. എന്തായാലും പുസ്തകം തൻ്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പി ജയരാജൻ DC ബുക്സിന് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ വക്കീൽ നോട്ടീസിൽ അദ്ദേഹം പറയുന്നത് ഇത് തൻ്റെ ആത്മകഥയല്ല എന്ന് തന്നെയാണ്. തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാനായിട്ട് താൻ ആരെയും തന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം തന്നെ പിൻവലിച്ച് ഇതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളെല്ലാം തന്നെ പിൻവലിച്ച് പരസ്യമായി ഖേദപ്രകടനം നടത്തണം എന്നുള്ളതാണ് ശ്രീ പി ജയരാജൻ്റെ ഡിമാൻഡ്. അതിന് DC മുതിരാത്ത പക്ഷം അവർക്കെതിരെ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ അദ്ദേഹം സ്വീകരിക്കും എന്നാണ് ഈ വക്കീൽ നോട്ടീസ് വഴി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം ഇത് ആരെഴുതിയിരിക്കുന്ന ആത്മകഥയാണ് എന്നുള്ളതാണ്. പി ജയരാജൻ്റെ ആത്മകഥയാണ് എന്ന് നമ്മളോട് പറയുന്നത് DC ആണ്. DC നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ തന്നെ ഏറ്റവും സ്വീകാര്യതയുള്ള വളരെ ക്രെഡിബിലിറ്റിയുള്ള ഒരു പബ്ലിഷിംഗ് ഹൗസാണ്. അതുകൊണ്ട് സാധാരണ നിലയിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ അവിശ്വസിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് അവർ നിരവധി ആൾക്കാരുടെ ആത്മകഥകൾ, ജീവചരിത്രങ്ങൾ ഇതൊക്കെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കേണ്ടത്, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കരാറുകൾ, ചട്ടങ്ങൾ, ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം വളരെ കൃത്യമായ ബോധ്യമുള്ള ഒരു പബ്ലിഷർ തന്നെയാണ് DC എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ ഇത് ആരാണോ ഈ പുസ്തകത്തിൻ്റെ ഓഥർ അഥവാ ഗ്രന്ഥകർത്താവ്, ആ ഗ്രന്ഥകർത്താവ് തന്നെ പറയുന്നു ഇത് ഞാൻ എഴുതിയിരിക്കുന്നതല്ല എന്ന്. അപ്പോൾ പിന്നെ ഇത് ആരാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഇത് പി അല്ല എഴുതിയിരിക്കുന്നത് എങ്കിൽ മറ്റാർക്ക് പിയെ പോലെ തന്നെ അത് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഈ ആത്മകഥ നമ്മളിപ്പോൾ ലഭ്യമായിരിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാകുന്നത് അത് പിക്ക് മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ. ഇനി അതല്ല എങ്കിൽ പിയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതൽ ഈ സമയം വരെ ഒപ്പം നിന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ഒരാളിന് മാത്രമേ അത് എഴുതാൻ കഴിയുകയുള്ളൂ. ഇതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള നിരവധി ഇൻഫർമേഷൻ ഉണ്ട്, അങ്ങനെയുള്ള ചിത്രങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ പിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള ഒരു എഴുത്താണ്. അപ്പോൾ പി അല്ല ഇത് എഴുതിയിരിക്കുന്നത് എങ്കിൽ മറ്റാരാവും അത് എഴുതിയിരിക്കുക എന്നുള്ളത് കൂടുതൽ പ്രസക്തമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പി അല്ല ഇത് എഴുതിയിരിക്കുന്നത് എങ്കിൽ മറ്റാർക്ക് ഇതുപോലെ എഴുതാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യവും പ്രസക്തമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, DC ബുക്സിന് ഈ മാനുസ്ക്രിപ്റ്റ് എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളതാണ്. പി ജയരാജനാണ് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അപ്പോൾ അവർക്ക് ഇത് ലഭിച്ചിരിക്കുന്നത് പി വഴി തന്നെ ആയിരിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഇനി അങ്ങനെ അല്ലാത്ത പക്ഷം ഇത് DCക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ഇടനിലക്കാരായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? പി ജയരാജൻ്റെ ആത്മകഥ DCക്ക് വാങ്ങി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് DCയെ ആരെങ്കിലും സമീപിച്ചിരുന്നോ? അങ്ങനെയുള്ള ആൾക്കാരാണോ ഇത് കൊടുത്തിരിക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇനി വെളിവാകേണ്ടതുണ്ട്. നാലാമത്തെ പ്രശ്നം, ഇതാരാണ് ലീക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ബുക്ക് പബ്ലിഷിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ്സാണ്. അപ്പോൾ അതിൽ പുസ്തകങ്ങൾ വിറ്റു പോകുന്നതിനനുസരിച്ച് റോയൽറ്റി ഈ എഴുത്തുകാരന് കിട്ടും. അതേപോലെ തന്നെ പബ്ലിഷിംഗ് ഹൗസിന് അവരുടെ റവന്യൂ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളടക്കമെല്ലാം തന്നെ ഒരു PDF രൂപത്തിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് ആൾക്കാർക്ക് വാട്സാപ്പിലൂടെ കിട്ടുന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പുസ്തകം പ്രിൻ്റ് ചെയ്തതിന് ശേഷം പുസ്തകശാലകളിൽ എത്തുമ്പോൾ ഇത് വായിക്കാൻ ആരുണ്ടാവും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പുസ്തകം കാശ് കൊടുത്ത് വാങ്ങണം എന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ പുസ്തകമായി തന്നെ ഇത് സൂക്ഷിക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക്, ഇനി അതുമല്ല എങ്കിൽ PDF വായിക്കാൻ താല്പര്യമില്ല, പേപ്പറിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് തന്നെ വായിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഇത് വാങ്ങാം. പക്ഷേ അതല്ലാതെ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ള പൊതുവായിട്ടുള്ള ഒരു ആകാംക്ഷയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രിൻ്റായിട്ട് വരുന്ന സമയത്ത് അത് വാങ്ങി വായിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ വിവരങ്ങളും ഇപ്പോൾ പൊതുജന സമക്ഷത്തിലുണ്ട് എന്നുള്ളതാണ് വസ്തുത.
ഇനി അടുത്ത പ്രശ്നം, ഇതിലുള്ള ചില ചാപ്റ്ററുകളൊന്നും തന്നെ തലയും വാലും ഇല്ലാതെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ഇ.പി. ജയരാജൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. അത് പ്രധാനമായും CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുള്ള ചില ആശങ്കകളാണ്. ആ ആശങ്കകൾ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ട്, അതേപോലെ തന്നെ ചേലക്കരയിലും പാലക്കാട്ടുമുണ്ട്. ഇതിലൊക്കെ തന്നെ വിവാദമായേക്കാവുന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ പാരഗ്രാഫിൻ്റെ തന്നെ തുടക്കത്തിൽ പറയുന്നത് ഇപ്പോൾ നടക്കുന്ന 3 ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന നിലയ്ക്കാണ്. ഇത് ഒരു പുസ്തകമാണ്. അപ്പോൾ പുസ്തകം നമ്മൾ പല സമയത്ത് വായിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഇ.പി. ജയരാജൻ്റെ ഈ പുസ്തകം എടുത്ത് വായിക്കുന്ന ഒരാളിന് ഇപ്പോൾ നടക്കാൻ പോകുന്ന 3 ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ അത് ഏത് കാലഘട്ടത്തിലുള്ളതാണ് എന്നത് പോലും മനസ്സിലാക്കാനുള്ള യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷനും ഇതിൽ കൊടുത്തിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു ബ്ലോഗ് എഴുതുന്ന രീതിയിലത്തേക്കാണ് ഈ ഒരു ചാപ്റ്റർ ഇതിൽ എഴുതിയിരിക്കുന്നത്. ഒരു പുസ്തകം സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ രീതിയിലത്തേക്കുള്ള ഒരു സമീപനമല്ല സ്വീകരിക്കേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ വർഷവും തീയതിയും ഒക്കെ തന്നെ പറയേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതൊന്നും പറയാതെ കേവലം ഒരു ബ്ലോഗ് സ്വഭാവത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ എഴുതിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എങ്കിൽ ഇതിലുള്ള വലിയൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് ഈ ചാപ്റ്ററിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നത് വോട്ടെടുപ്പിന് മുമ്പ് ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതും വിവാദമായേക്കാം എന്നാണ്. അതായത് ഈ ചാപ്റ്ററിലെ ഉള്ളടക്കം കേരളത്തിൽ ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാൻ എല്ലാവിധ സാധ്യതയും ഉള്ളതാണ് എന്ന് ഇത് എഴുതിയിരിക്കുന്ന ആളിന് പൂർണ്ണമായ ബോധ്യമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു പുസ്തകം എഴുതുന്ന സമയത്ത് അത് ഏത് ഘട്ടത്തിലാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇത് എഴുതുന്നയാളിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകും. ആ സാഹചര്യത്തിൽ ഇത് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പുസ്തകമല്ല എങ്കിൽ ഈ ഒരു വാക്യം തന്നെ ഈ പുസ്തകത്തിൽ ഉണ്ടാകേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല. ഇനി ഇതിലൊരു ലൈൻ കൂടിയുണ്ട്. അതിങ്ങനെയാണ്: ഏതായാലും അത് കഴിഞ്ഞാകും എന്നുള്ളത് കൊണ്ട് തുറന്നു പറയാമല്ലോ. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് എന്നതുകൊണ്ട് തനിക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയാമല്ലോ എന്നാണ് ഇതിൽ ഗ്രന്ഥകർത്താവ് പറയുന്നത്. ഈ ഒരു വാക്യത്തിനും ഈ പുസ്തകത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല. കാരണം ഈ പുസ്തകം ഏത് സമയത്താണ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഗ്രന്ഥകാരന് കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം. അപ്പോൾ കേരളത്തിലെ 3 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുൻപാണോ ശേഷമാണോ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ആരോ ആണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തം. അത് ഇ.പി. എങ്കിൽ ഇ.പി., DC എങ്കിൽ DC, അതല്ല മൂന്നാമതൊരാളാണെങ്കിൽ അങ്ങനെ. പക്ഷേ എന്തായാലും ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സമയത്ത് തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം എഴുതുന്നത് വയനാട്, ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ സാധ്യതകളെക്കുറിച്ചും പാർട്ടി സ്ഥാനാർത്ഥികളുടെ നിർണയത്തെക്കുറിച്ചും ഒക്കെയാണ്. അതിൽ വിമർശനാത്മകമായിട്ടുള്ള നിരവധി ഭാഗങ്ങളുണ്ട്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തങ്ങളുടെ ഫോൾഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റിയും ദോഷങ്ങളെപ്പറ്റിയും ഒക്കെ തന്നെ അദ്ദേഹം സവിസ്തരം ഇതിൽ പ്രതിപാദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ പുസ്തകം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതേ രൂപത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിക്കേണ്ടി വരുന്ന സാഹചര്യം? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അഭ്യൂഹങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടുന്ന കാര്യമില്ല. നേരെ മറിച്ച് അതിൻ്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ ആ 3 മണ്ഡലങ്ങളിലെയും റിസൾട്ടുകളെ അനലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഭംഗിയായിട്ട് ഈ ഒരു ചാപ്റ്റർ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതല്ല ഇതിലുള്ള ഉദ്ദേശം. നേരെ മറിച്ച് ഈ പുസ്തകം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലോ അതിനു മുൻപോ തന്നെ പുറത്തു വരണം എന്നുള്ള ഉദ്ദേശമാണ് ഇത് എഴുതിയിരിക്കുന്ന ആളിനുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. കാരണം ഈ ചാപ്റ്റർ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് എങ്കിൽ അതിൻ്റെ പ്രസക്തി എന്താണ്? നമുക്കറിയാം, പാലക്കാട്, വയനാട്, ചേലക്കരയിലെ റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം ആരാണ് ജയിച്ചിരിക്കുന്നത്, ആരാണ് പരാജയപ്പെട്ടിരിക്കുന്നത്, എന്താണ് മാർജിൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഇന്ന സ്ഥാനാർത്ഥി നിർണയം മൂലം നമുക്ക് ഇന്ന ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് എന്നൊരാൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് എഴുതിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് എന്ത് പ്രസക്തിയാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാവുക? അപ്പോൾ അതിനേക്കാൾ കൂടുതൽ നന്നാവുക ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് എങ്കിൽ അന്നുള്ള സാഹചര്യം എന്താണോ അതിനെപ്പറ്റി അദ്ദേഹത്തിന് കൃത്യമായി വിലയിരുത്തിയിട്ട് എഴുതാമായിരുന്നു. എന്നുവെച്ചാൽ ഈ ചാപ്റ്റർ നിലനിൽക്കുന്നതിന് ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ: പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് തന്നെ ഈ പുസ്തകം പുറത്തു വരണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം. ഒരുപക്ഷെ ഈ ഒരു ചാപ്റ്റർ പുറത്തു വരുന്നതിന് വേണ്ടിയിട്ടാവണം ഈ ഒരു പുസ്തകത്തിനെ മൊത്തത്തിൽ തന്നെ സോഫ്റ്റ് കോപ്പി രൂപത്തിൽ PDF അതിനെ ലീക്ക് ചെയ്യുന്നതിന് വേണ്ടി അത് ചെയ്തിരിക്കുന്ന ആൾക്കാർ ആരാണെങ്കിലും അവർ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഇനി നാളെ ഒരിക്കൽ ഇ.പി. ജയരാജൻ്റെ പുസ്തകം അത് പുസ്തക രൂപേണ തന്നെ പ്രിന്റ് ചെയ്ത് വന്നാൽ പോലും അതിൽ കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായേക്കാം, അതിൽ കുറേ ഭാഗങ്ങൾ നീക്കം ചെയ്യപ്പെട്ടേക്കാം. എന്തായാലും ഈ ചാപ്റ്റർ ഇതേ നിലയ്ക്ക് അതിലുണ്ടാകാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ റിസൾട്ട് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു അഭ്യൂഹം അതിൽ എഴുതുന്നതിൽ യാതൊരു വിധത്തിലുള്ള കഴമ്പുമില്ല.
എങ്കിൽ ഇപ്പോൾ എന്തിനാണ് അതിലത് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇത് CPM-നെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഉപയോഗിക്കാം. EP ജയരാജൻ CPM-നെതിരെ സംസാരിക്കുന്നു എന്ന രീതിയിലത്തേക്ക് ഇത് പുറത്ത് വ്യാഖ്യാനിക്കപ്പെടുന്നതിന് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ ആൾക്കാർ വായിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും വേണം എന്നുള്ള ഗൂഢമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് ലീക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ ആരാണെങ്കിലും അവരിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന ആൾ, അതല്ല എങ്കിൽ ഇത് പുറത്ത് ലീക്ക് ചെയ്ത് വിട്ടിരിക്കുന്ന ആൾ, അത് EP ആയാലും DC ആയാലും മറ്റാരായാലും അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് മാത്രമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. എന്തായാലും ഇത് തൻ്റെ എഴുത്തല്ല എന്ന് EP ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് EP അല്ലെങ്കിൽ മറ്റാര് അതേപോലെ തന്നെ എഴുതും എന്നുള്ള ഒരു ചോദ്യം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇതിൽ കൂടുതലായിട്ടുള്ള മറുപടികൾ പറയേണ്ടത്, എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഉന്നയിക്കേണ്ടത് DC-യോടാണ്. DC ആണ് ഈ വിഷയത്തിൽ കൃത്യമായി ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത്. അതിലൊന്നാമത്തെ ചോദ്യം, ഇത് ആരുടെ ആത്മകഥയാണ്, ഇതാരാണ് എഴുതിയത്, ഇതെങ്ങനെയാണ് DC-ക്ക് പ്രസാധനത്തിന് വേണ്ടിയിട്ട് എത്തുന്നത്, എന്തായിരുന്നു ഇതിൻ്റെ കോൺട്രാക്റ്റ്, നിങ്ങൾ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് എന്ന് പറയപ്പെടുന്നയാളിനെ ബന്ധപ്പെട്ടിട്ടില്ലേ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് DC വിശദീകരണം നൽകണം. തന്നെയുമല്ല, ശ്രീ EP ജയരാജൻ അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസിന് മറുപടിയായി അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇത് DC എന്ന സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. ഒരു ഭാഗത്ത് DC-യുടെ ക്രെഡിബിലിറ്റി, മറുഭാഗത്ത് EP ജയരാജൻ്റെ ക്രെഡിബിലിറ്റി. ഈ വിഷയം എല്ലാവർക്കും തൃപ്തികരമായ രീതിയിൽ പര്യവസാനിക്കണമെങ്കിൽ ഈ രണ്ടുപേരുടെയും ക്രെഡിബിലിറ്റി ഒരേപോലെ നിലനിന്നുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ എന്നത് അസാധ്യമാണ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ആരാണ് കൂടുതൽ ക്രെഡിബിൾ എന്നുള്ള കാര്യം മാത്രമാണ് ഇനി അറിയേണ്ടത്. അതിനുള്ള മറുപടി പറയേണ്ടതും ഇതിലുള്ള എല്ലാ കൺഫ്യൂഷനുകളും നീക്കേണ്ടതും DC ആണ് എന്ന് അവരെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയൊരു കട്ടൻ ചായയും പരിപ്പോടയും കഴിക്കാം. ജയ് ഹിന്ദ്.